ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. അമീറുലിനെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കണമെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. അപേക്ഷയുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. ആടിനെ പീഡിപ്പിച്ച സംഭവത്തിലും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും അതീവ സുരക്ഷയോടെ രാവിലെ 11:45ഓടെയാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതിയിൽ എത്തിച്ചത്. 12:15 ഇയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി. പ്രതിയെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് പരിഗണിക്കവേ പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ദ്വിഭാഷിയുടെ സഹായത്താൽ ചോദിച്ചു. തനിക്ക് നാട്ടിൽ പോകണമെന്ന് മാത്രമാണ് അമീറുൽ പറഞ്ഞത്. 15 മിനിറ്റിനകം നടപടികൾ പൂർത്തിയാക്കി ഈ മാസം 30 വൈകുന്നേരം 4:30 വരെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ മജിസ്ട്രേറ്റ് വി മഞ്ജു ഉത്തരവിട്ടു. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ തെളിവെടുപ്പും മറ്റും മുഖം മറച്ചുകൊണ്ട് നടത്താൻ അനുവദിക്കണമെന്ന അപേക്ഷ കോടതി അനുവദിച്ചതായി പബ്ലിക് പ്രോസിക്യൂട്ടർ SM നസീർ പറഞ്ഞു. അതിന് പ്രത്യേക അനുമതി കോടതി തന്നിട്ടുണ്ട്. ഇയാളെ ഇനിയും വേണ്ടി വന്നാൽ ഐഡന്റിഫിക്കേഷൻ പരേഡിന് തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കാനുള്ളതുകൊണ്ട് അന്വേഷണ ഉദ്യോഗം പ്രത്യേക അപേക്ഷ കൊടുത്ത് അതിന് അനുമതി വാങ്ങിയിട്ടുണ്ട്. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കും. ഇനി തിരിച്ചറിയാനുള്ളവരൊക്കെ ഫോട്ടോ കണ്ടാൽ പിന്നെ തിരിച്ചറിയൽ പരേഡ് കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ടാണ് മുഖം മറയ്ക്കാൻ പ്രത്യേക അനുമതി വാങ്ങിയത്. കോടതിയിൽ നിന്നിറക്കിയ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം കൊലയ്ക്കുപയോഗിച്ച ആയുധവും വസ്ത്രങ്ങളും കണ്ടെടുക്കണമെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. തിരിച്ചറിയൽ പരേഡും അന്യ സംസ്ഥാനങ്ങളിലും മറ്റും കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്താനും ഇയാളുടെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. പോലീസ് കസ്റ്റഡിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ശേഷം തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കർണാടകയിൽ മലയാളിയായ ദളിത് വിദ്യാർത്ഥിനി ക്രൂരമായ റാഗിങ്ങിന് ഇരയായി. കർണാടകയിലെ ഗുൽബർഗിലുള്ള നഴ്സിംഗ് കോളേജിലാണ് സംഭവം. റാഗിങ്ങിന് ഇരയായ എടപ്പാൾ സ്വദേശിനി ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 9-നാണ് കർണാടകയിലെ ഗുൽബർഗിലുള്ള അൽഖമാർ നഴ്സിംഗ് കോളേജിൽ 1-ാം വർഷ BSc നഴ്സിംഗിന് പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥിനിയെ മലയാളികൾ ഉൾപ്പെടെയുള്ള സീനിയർ വിദ്യാർത്ഥിനികൾ റാഗിങ്ങിനിരയാക്കി ടോയ്ലറ്റ് ക്ലീനിംഗ് ലോഷൻ കുടിപ്പിച്ചത്. ഇതേ തുടർന്ന് അന്നനാളം വെന്തുരുകിയ പെൺകുട്ടി കർണാടകയിലെ ആശുപത്രിയിൽ 4 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇതിനുശേഷം കോളേജ് അധികൃതർ പെൺകുട്ടിയെ കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 40 ദിവസത്തോളമായി പെൺകുട്ടിക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ഡിസംബർ 1-ന് കോളേജിൽ പ്രവേശനം നേടിയത് മുതൽ സീനിയർ വിദ്യാർത്ഥിനികളുടെ പീഡനം സഹിക്കാനാവാതെ നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നതായി മാതാവും മാതൃ സഹോദരനും പറഞ്ഞു. വിളിച്ചപ്പനോട് പറഞ്ഞു ഞാൻ വരികയാണ് വീട്ടിലേക്ക് കയറണം. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാന്നുള്ളത് അറിയില്ല. അപ്പോൾ പറഞ്ഞ് ഇത് വരേണ്ട അത്രയും ബുദ്ധിമുട്ടില്ല, ലോൺ എടുത്തിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം എനിക്ക് അറിയുന്നതാണ് വീട്ടിലത്തെ കാര്യം. ആരും 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാമാരെ സഹായത്തിന് നമ്മളാണ് ഞാൻ ജീവിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡാൻസ് കളിക്കാൻ പറയുക, പാട്ട് പാടാൻ പറയുക, അങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത്ര അവരോട് സംസാരിച്ച് നടക്കും. വെറുതെ ഇങ്ങനെ കരിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് വെറുതെ അച്ഛനെ ഇല്ലാണ്ടായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിച്ച് നടക്കും. എന്നാൽ സംഭവത്തിൽ കോളേജ് അധികൃതരിൽ നിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും കോളേജ് അധികൃതർ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. നഴ്സിംഗ് പഠിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് പെൺകുട്ടി കോളേജിൽ BSc നഴ്സിംഗിന് പ്രവേശനം നേടിയത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപ കണ്ടെത്താൻ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീർ കഴിയുകയാണ് ഈ കുടുംബം. മെഡിക്കൽ കോളേജ് പോലീസ് എത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലിൽ അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചത് KSU പ്രവർത്തകരെന്ന് സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായാണ് മർദ്ദനമെന്ന് പോലീസ് FIR-ൽ വ്യക്തമാക്കി. 12 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. KSU പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിൽ അധ്യാപകന്റെ കൈയൊടിഞ്ഞു, 2 പല്ലുകളും ഇളകിപ്പോയി. ഇന്നലെ KSU നടത്തിയ വിദ്യാഭ്യാസ ബന്ദിൽ സ്കൂളിന് അവധി അനുവദിക്കാത്തതിനെ തുടർന്നാണ് അധ്യാപകനും PTA പ്രസിഡന്റിനും ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അധ്യാപകനായ ആരിഫിന്റെ കൈയൊടിയുകയും 2 പല്ലുകൾ ഇളകിപ്പോവുകയും ചെയ്തു. ശരീരമാസകലം മർദ്ദനമേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അധ്യാപകൻ. അവരെല്ലാം കൂടി എന്നെ മർദ്ദിക്കുകയും എൻ്റെ കൈക്ക് പൊട്ടൽ വന്നു. അതുപോലെ തന്നെ ഒരു പല്ലിന് കുലുക്കം സംഭവിച്ചു, ഒരു പല്ല് ഒടിഞ്ഞു. അങ്ങനെ ദേഹമാസകലം ഇടിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ ബന്ധാണ്, സ്കൂൾ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 പ്രാദേശിക KSUവിൻ്റെ നേതാക്കന്മാർ വന്നായിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും നോക്കി നിൽക്കുകയായിരുന്നു അധ്യാപകനെ നിലത്തിട്ട് ചവിട്ടിയത്. സ്കൂളിലെ കുട്ടികളെല്ലാം കണ്ടു നിൽക്കവെയാണ്. കുട്ടികളൊക്കെ ആകെ പേടിച്ചു. ഇന്ന് അവിടെ +1 അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ
ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ നടക്കുന്ന ആ ഓഫീസിൻ്റെ നേരെ വാതിക്കലാണ് ഇത് നടക്കുന്നതൊക്കെ. അപ്പോൾ പേരൻസെല്ലാം കൂടി നാലുപാടും കുട്ടികളും പേരൻസെല്ലാം നാലുപാട് കൂടി നാളെ ഇനി കുട്ടികളെ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സ്കൂളിൽ പഠിപ്പ് മുടക്ക് സമരം വേണ്ടെന്ന് വിദ്യാർത്ഥി നേതാക്കളും PTA അംഗങ്ങളും ചേർന്ന് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. മർദ്ദനത്തിൽ PTA പ്രസിഡന്റ് HM സുധീറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 14 KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒറ്റപ്പാലം RSS ആക്രമണത്തിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകന് വധഭീഷണി. റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ശ്രീജിത്തിനെ ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. KUWJ നേതൃത്വത്തിൽ പാലക്കാട് SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒറ്റപ്പാലം കോടതിക്ക് മുന്നിൽ RSS സംഘം മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്തത്. മർദ്ദനമേറ്റ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ശ്രീജിത്തിനെ ഫോണിൽ വിളിച്ചാണ് കൊല്ലുമെന്ന ഭീഷണി. കഴിഞ്ഞ ദിവസം 9447111396 എന്ന നമ്പറിൽ നിന്ന് വിളിച്ചായിരുന്നു വധഭീഷണി. പാലക്കാട് പറളിയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഭീഷണി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ശ്രീജിത്തും കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയും പാലക്കാട് SP-ക്ക് പരാതി നൽകി. അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് SP ശ്രീനിവാസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒമാനിൽ കൊല്ലപ്പെട്ട കോട്ടയം മണർകാട് സ്വദേശി ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഒമാനിലെ പെട്രോൾ പമ്പിലെ സൂപ്പർവൈസറായിരുന്നു ജോൺ. കവർച്ചക്കാർ പണം തട്ടിയെടുത്ത ശേഷം ജോണിനെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ ഒമാൻ റോയൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന ജോണിന്റെ മൃതദേഹം 12:30 മണർകാടുള്ള വീട്ടിലെത്തിച്ചു. ജീവിതത്തിന്റെ നാനാതുറകളിലുള്ളവർ ജോണിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഉച്ചയ്ക്ക് 2:30 ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മണർകാട് മർത്തമറിയം യാക്കോബായ കത്തീഡ്രൽ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. കഴിഞ്ഞ 10 രാത്രിയാണ് ഒമാനിലെ ഇബ്രി ഖുറൈമി റോഡിൽ സനീനയിലെ അൽമഹ പെട്രോൾ പമ്പിൽ സൂപ്പർവൈസറായിരുന്ന ജോൺ ഫിലിപ്പിനെ തട്ടിക്കൊണ്ടുപോയത്. മോഷണ ശ്രമം ചെറുത്തപ്പോഴാണ് തട്ടിക്കൊണ്ടുപോകൽ. 12 വർഷമായി ജോൺ ഫിലിപ്പ് ഒമാനിൽ ജോലി ചെയ്യുകയായിരുന്നു. സംഭവം നടന്ന് 5 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തുന്നത്. പനാമിനും ഫഹദുവിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് മൃതദേഹം കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ ഒമാൻ റോയൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നെല്ലായിൽ CPIM പ്രവർത്തകരുടെ വീട് ആക്രമിച്ച കേസിൽ 12 RSS BJP പ്രവർത്തകർ പോലീസിൽ കീഴടങ്ങി. ചെറുപ്പുളശ്ശേരി സ്റ്റേഷനിൽ കീഴടങ്ങിയ ഇവരെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാവിലെയാണ് 12 RSS BJP പ്രവർത്തകർ ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചെറുപ്പളശ്ശേരി നെല്ലായിലെ പ്രാദേശിക പ്രവർത്തകരായ സുബിൻ, സുന്ദരൻ, കണ്ണൻ, സജീഷ്, ഉണ്ണികൃഷ്ണൻ, രഞ്ജിത്ത്, സന്തോഷ്, സുജിത് ബാലൻ, മാണിക്കൻ, ജയരാജൻ, നവീൻ, ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അന്യായമായി സംഘം ചേരൽ, ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതേ കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ 6 പേർ ഇപ്പോൾ റിമാൻഡിലാണ്. ഇവരെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകരെ RSS സംഘം ആക്രമിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്തത്. ഈ മാസം 11 രാത്രിയാണ് നെല്ലായിൽ CPIM പ്രവർത്തകരുടെ വീടാക്രമിച്ച് 8 ബൈക്കുകൾ തീവച്ച് നശിപ്പിച്ചത്. പൊന്മുഖം വായനശാലയും അടിച്ചു തകർത്തു. സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച സബ് കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി സമാധാന യോഗം BJP ബഹിഷ്കരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവാദ പ്രസ്താവന നടത്തി പുലിവാല് പിടിച്ച നടൻ സൽമാൻ ഖാൻ മാപ്പ് പറയണമെന്ന് വനിതാ കമ്മീഷൻ. 7 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് സൽമാനോട് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട്. സിനിമാ ചിത്രീകരണത്തിനിടയിലെ ജോലിഭാരത്തെ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയോടൊപ്പമിച്ച് വെട്ടിലായ സൽമാൻ ഖാൻ 7 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഉത്തരവ്. ഇല്ലെങ്കിൽ കമ്മീഷൻ മുമ്പാകെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെടുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. തന്റെ ഏറ്റവും പുതിയ ചിത്രമായ സുൽത്താന്റെ ചിത്രീകരണ വേളയിൽ ഒരു ഓൺലൈൻ പോർട്ടലിനോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കവെയാണ് ഷൂട്ടിംഗ് ദിനങ്ങളിലെ അമിത ജോലിഭാരത്തെക്കുറിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയെപ്പോലെയെന്ന് സൽമാൻ ഖാൻ വിശേഷിപ്പിച്ചത്. ചിത്രത്തിൽ സൽമാൻ ഗുസ്തിക്കാരന്റെ വേഷമാണ് ചെയ്യുന്നത്. ഷൂട്ടിംഗിൽ മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ ഭാരമെടുക്കുകയും ഗുസ്തി പിടിക്കുകയും ചെയ്യേണ്ടി വന്നു. കൂടാതെ 120 കിലോ ഭാരമെടുക്കുന്ന ഒരു ഷോട്ട് വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പകർത്താനായി പലതവണ ആ ഭാരം ഉയർത്തേണ്ടിയും വന്നു. 5-6 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്ത് റിംഗിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയെപ്പോലെയാണ് അനുഭവപ്പെടാറുള്ളതെന്നായിരുന്നു സൽമാന്റെ പ്രതികരണം. ഇതേ തുടർന്ന് ട്വിറ്റർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയകളിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. പിന്നീട് ഇതേപ്പറ്റി ചോദിച്ച മാധ്യമപ്രവർത്തകരോട് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് തലയൂരാൻ ശ്രമിച്ചെങ്കിലും വനിതാ കമ്മീഷൻ സൽമാൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമന ക്രമക്കേടിൽ അന്വേഷണം പ്രഹസനമാകുന്നു. രജിസ്ട്രാർ സംശയനിഴലിലുള്ള കേസിൽ അന്വേഷണം നടത്തുന്നത് കീഴുദ്യോഗസ്ഥനാണ്. ജോയിന്റ് രജിസ്ട്രാർക്കാണ് നിലവിൽ അന്വേഷണ ചുമതല. പ്യൂൺ നിയമനത്തിലെ ക്രമക്കേട് പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവി പുറത്തു കൊണ്ടുവന്നിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടയുടൻ വിദ്യാഭ്യാസ മന്ത്രി സംഭവത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി അധികൃതരോട് വിശദീകരണം തേടിയിരുന്നു. രജിസ്ട്രാറുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട റാങ്ക് ലിസ്റ്റാണ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായത്. ക്രമക്കേടിൽ രജിസ്ട്രാർ ഡോക്ടർ അബ്ദുൾ മജീദിന് പങ്കുണ്ടെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിച്ചിരുന്നു. രജിസ്ട്രാർ സംശയനിഴലിലായ സംഭവം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജോയിന്റ് രജിസ്ട്രാറെയാണ്. രജിസ്ട്രാർക്കെതിരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായ ജോയിന്റ് രജിസ്ട്രാർക്ക് സാധിക്കുമോ എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. ഇതോടെ അന്വേഷണം പ്രഹസനമാക്കുകയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. നിഷ്പക്ഷമായ ഏജൻസിയെ കൊണ്ട് വിശദമായ അന്വേഷണം നടത്തിക്കണമെന്നാണ് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. അതേസമയം രജിസ്ട്രാറുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും യൂണിവേഴ്സിറ്റിയിൽ വിവിധ സംഘടനകൾ സമരം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആരിടപെട്ടാലും തങ്ങൾക്കതൊരു പ്രശ്നമേയല്ലെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതരുടെ മനോഭാവം. അഴിമതിയുടെ ഈ പൂച്ചയ്ക്ക് മണികെട്ടാൻ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. PV കുട്ടൻ, കോഴിക്കോട്. തലശ്ശേരി രാജൻ മുമ്പും തന്നെ എതിർക്കുന്നവരെ ദളിത് പീഡന നിരോധന നിയമപ്രകാരം കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അനുഭവ സാക്ഷ്യവുമായി തലശ്ശേരി മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രംഗത്ത്. കൊല്ലം സ്വദേശിയായ P. വില്യമാണ് ജാതിപ്പേര് വിളിച്ചു എന്ന ആരോപണത്തിന് വിധേയനായത്. റിപ്പോർട്ടിലേക്ക്. 2001 തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ C ഡിവിഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി താൻ സേവനം അനുഷ്ഠിക്കവെയാണ് ശുചീകരണ തൊഴിലാളിയും INTUC നേതാവുമായ N. രാജൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് സജിത്തും ചേർന്ന് തൊഴിലാളികളോട് നല്ല നിലയിൽ പണി ചെയ്യാൻ ആവശ്യപ്പെട്ട തന്നെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് പരാതി നൽകിയതെന്ന് വില്യം വെളിപ്പെടുത്തി. രാജന് ജാതിപ്പേര് വിളിച്ചെന്നും ദളിത് പീഡനം നടത്തുന്നെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞത്. ആ പ്രശ്നം ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ചെയർമാൻ തന്നെ ഇതിനൊക്കെ ഇടപെട്ട് ഈ കേസ് രാജിയാക്കി വിടുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു. ഞാനങ്ങനൊന്നും എനിക്ക് ഈ ആ രാജനെ കുറിച്ച് ചൊവ്വ അറിയത്തത് പോലുമില്ല. 1.5 പതിറ്റാണ്ടിനിപ്പുറവും രാജൻ നുണപ്രചരണം അവസാനിപ്പിച്ചില്ലല്ലോ എന്ന ആശ്ചര്യത്തിലാണ് വില്യം. തന്നെ എതിർക്കുന്നവർ ആരായാലും അവരെ ദളിത് നിയമം ഉപയോഗിച്ച് തകർക്കുന്ന N. രാജന് മാനസാന്തരം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുകയാണ് വില്യം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തലശ്ശേരി സംഭവത്തിൽ ദളിത് പെൺകുട്ടി അഞ്ജനയുടെ പരാതിയിൽ AN ഷംസീർ MLAയ്ക്കും PP ദിവ്യയ്ക്കുമെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. ആത്മഹത്യാ ശ്രമത്തിന് അഞ്ജനയ്ക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തലശ്ശേരി വടക്കുംപാട് CPIM ബ്രാഞ്ച് ഓഫീസ് തീയിട്ട് നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഓഫീസും ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തി നശിച്ചു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൈക്കൂലി കേസിൽ നടപടിയെടുത്തില്ലെന്ന പരാതിയെ തുടർന്ന് SP R. നിശാന്തിനിക്കെതിരെ ദ്രുത പരിശോധന നടത്താൻ ഉത്തരവ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. മൂവാറ്റുപുഴ RDO കൈക്കൂലി വാങ്ങുന്നുവെന്ന പരാതിയിൽ വേഗത്തിൽ നടപടിയെടുത്തില്ലെന്നാണ് നിശാന്തിനിക്കെതിരെയുള്ള ആരോപണം. ആറന്മുളയിൽ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിനായി വയൽ മണ്ണിട്ട് നികത്തി എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ CPIM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിച്ചത്. വിമാനത്താവളത്തിനെതിരെ സമരം നടത്തിയ CPIMനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് വ്യാജ വാർത്തയ്ക്ക് പിന്നിലെന്ന് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു. ആറന്മുളയിലെ CPM ഓഫീസിനായി 5 സെന്റ് പാടം മണ്ണിട്ട് നികത്തി എന്നായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത്. 2 മണിക്കൂറിനുള്ളിൽ 100 കണക്കിന് പേർ വാർത്ത ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതോടെ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമത്തിനെതിരെയും മണ്ണിട്ട് നികത്തിയ വ്യക്തിക്കെതിരെയും CPIM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. എന്താണ് ഇങ്ങനൊരു വ്യാജ വാർത്ത പ്രചരിക്കാനിടയായത് എന്നുള്ളതിനെ സംബന്ധിച്ച് എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. 1990-ൽ തോമസ് റീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തീരാധാരം വാങ്ങിച്ച 3 സെന്റ് ഭൂമി മാത്രമാണ് ആറന്മുളയിൽ CPMനുള്ളത്. അത് മണ്ണിട്ട് നികത്താൻ കഴിയുന്നതല്ല, കരഭൂമിയാണ്, ജംഗ്ഷനിൽ തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ CPMനെ അവഹേളിക്കാനും CPMന് അവമതിപ്പുണ്ടാക്കാനും
ബോധപൂർവം BJP പ്രവർത്തകർ നടത്തിയ പ്രചാരവേലയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ആറന്മുള സമരത്തിൽ മുഖ്യ പങ്കുവഹിച്ച CPM-നെ അപമാനിക്കാനുള്ള ശ്രമമായിരുന്നെന്നും പ്രചാരണമുണ്ട്. CPM-ന്റെ പഴയ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പ് ഉടമയായ മണിക്കുട്ടനാണ് തന്റെ 3 സെന്റ് ഭൂമി മണ്ണിട്ട് നികത്തിയത്. 1990-ൽ വാങ്ങിയ 3 സെന്റ് ഭൂമി മാത്രമാണ് CPM-ന് ഇവിടെയുള്ളത്. രാവിലെ CPM-നെതിരെ സമരം നടത്താനെത്തിയ BJP പ്രവർത്തകർ BJP-കാരനായ മണിക്കുട്ടന്റെ ഭൂമിയാണ് നികത്തിയതെന്ന് കണ്ട് തിരിച്ചുപോയി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച 108 ആംബുലൻസുകളുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നു. 108 ആംബുലൻസുകളുടെ നടത്തിപ്പിൽ അധികൃതർ കാണിച്ച അലംഭാവവും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി യഥാസമയം തീർക്കാത്തതുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ടിലേക്ക്. LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന 108 ആംബുലൻസ് സംവിധാനമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ആരോഗ്യവകുപ്പ് അധികൃതരുടെ അലംഭാവം മൂലം മരണശൈലിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ വിജയം കണ്ട 108 ആംബുലൻസുകളിൽ ബഹുഭൂരിപക്ഷവും അടക്കമുള്ള സജ്ജീകരണങ്ങളോടെ ആരംഭിച്ച 25 ആംബുലൻസുകളിൽ ഇന്ന് നിരത്തിലുള്ളത് വെറും 5 എണ്ണം മാത്രം. കട്ടപ്പുറത്തായ 20-ൽ ഒന്നുപോലും ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കായി വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ടില്ല. അതേസമയം ആംബുലൻസിന്റെ പ്രവർത്തന നടത്തിപ്പിലെ പാകപ്പിഴകളാണ് 108 ആംബുലൻസുകൾ അവതാളത്തിലാകാൻ പ്രധാന കാരണം. നേരത്തെ ടെക്നോ പാർക്കിലുണ്ടായിരുന്ന കമ്പനിയാണ് ഇവയുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ അഴിമതി കാരണം നടത്തിപ്പ് ചുമതല കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ 108 ആംബുലൻസുകൾ ഓരോന്നായി കട്ടപ്പുറത്താക്കിയതല്ലാതെ യാതൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കെൽട്രോണിനെ നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കാൻ ഏകദേശ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. മരണക്കിടക്കയിൽ കിടക്കുന്ന 108 ആംബുലൻസുകളെ ആരായിരിക്കും ഇനി രക്ഷിക്കുക? നേരത്തെ സ്വകാര്യ കമ്പനികൾ ഒരു പരീക്ഷണം നടത്തി, അതിനുശേഷം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ. പക്ഷേ ഫലം കണ്ടില്ല. എല്ലാവരും ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരുമാനൂർ. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പരസ്യപ്പെടുത്തണമെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന 3 മാസത്തെ തീരുമാനങ്ങൾ 10 ദിവസത്തിനകം നൽകണമെന്നും വിൽസൺ എംപോളിന്റെ ഉത്തരവിൽ പറയുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും വിവരാവകാശ കമ്മീഷണർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. UDF സർക്കാരിന്റെ അവസാന 3 മാസത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകർ അധികൃതരെ സമീപിച്ചിരുന്നു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളിൽ നടപടിയാകും വരെ അവ പരസ്യപ്പെടുത്താനാവില്ല എന്ന വിശദീകരണമായിരുന്നു മറുപടിയിൽ നൽകിയത്. തുടർന്നാണ് വിവരാവകാശ പ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറുപടിയിൽ പറയുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന 3 മാസത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ 10 ദിവസത്തിനകം നൽകണമെന്ന് മറുപടിയിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് DB ബിനു. കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് ഈ മുഴുവൻ തീരുമാനങ്ങളുടെ പകർപ്പും സൗജന്യമായി അപേക്ഷകന് നൽകണം എന്നാണ്. അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്വമേധയാ പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. ഈ വിവരം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കേണ്ട ഒരവസ്ഥ ജനങ്ങൾക്കുണ്ടാകാൻ പാടില്ല. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ 48 മണിക്കൂറിനകം ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസൻ എംപോൾ ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.